മനുഷ്യരും ഉറങ്ങുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ആരാധിക്കുന്ന മക്കളായ നമുക്ക് ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ എല്ലാ മേഖലകളിലും, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ജോലി മേഖലകളിൽ, നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗത്തിൻ്റെ പ്രതിസന്ധികളുടെ മുകളിൽ, എല്ലാ വിഷയങ്ങളുടെ മുകളിലും ഉണ്ടാകുവാൻ ആത്മാവേ അങ്ങ് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം നമുക്ക് ശ്രമിക്കാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ വചനം, കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. എന്താണ് വചനം? വചനം എടുക്കാമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. എന്താണ് വചനം? വചനം കേൾക്കാം. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം? എന്താ വചനം? സ്വർഗരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല. ഈ ലോകത്തിൻ്റെതായ മക്കൾ ഭക്ഷണത്തിനും പാനീയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ആലോചിച്ച് ആകുലചിത്തരായി നടക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളോട് കർത്താവിന് പറയാനുള്ളത് ഇതാണ്: സ്വർഗരാജ്യം അതല്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഭക്ഷണത്തെ പറ്റിയോ പാനീയത്തെ പറ്റിയോ നിങ്ങൾ ആകുലചിത്തരാകേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ ആകുലചിത്തരാകേണ്ടത് നീതിയെ പറ്റിയാണ്, സമാധാനത്തെ പറ്റിയാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ പറ്റിയാണ്. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് സ്വർഗരാജ്യം. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെറുപ്പനാള് മുതൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്ന മക്കൾ എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും അറിവുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, അല്ലേ? അറിയാമോ? അറിയാമെന്നുള്ളവർ കരുതിക്കേ, നോക്കിക്കേട്ടെ, നോട്ടെ. വെരി ഗുഡ്. അതിലെ 3-ാമത്തെ വരി എന്താ? എന്താ 3-ാമത്തെ വരി? ഇനി ചൊല്ലി നോക്കണം എൻ്റെ അച്ഛ. എന്താ മൂന്നാമത്തെ വരി എന്താ? കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 3-ാമത്തെ വരി എന്താ? അങ്ങയുടെ രാജ്യം വരണമേ. ആരാണ് ഈ അങ്ങ്? നിങ്ങൾക്കൊരു ചെറിയ മയക്കമൊക്കെ കാണുന്നതുകൊണ്ടാണ് അച്ഛൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചിലരൊക്കെ ഇങ്ങനെ താടിക്ക് ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ചെതി പറഞ്ഞ ഹല്ലേലൂയ. ആരാണ് ഈ അങ്ങ്? മോദിജിയാണോ? ആണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നത് മോദിജിയുടെ രാജ്യം വരണേ എന്നാന്ന് തോന്നുന്നു. ആണോ? അല്ല. മോദിജി ആരാ? പുള്ളിയെ പിടുത്തമുണ്ടോ? പുള്ളിക്കാരനെ പിടുത്തമുണ്ടോ? മോദിയെ പിടുത്തമുണ്ടോ? കർത്താവിനെയോ വലിയ പിടുത്തമില്ല. പുള്ളിയെങ്കിലും പിടുത്തമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരാണ് എന്ത്? മോദിജി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? എന്താ? പിണറായി വിജയൻ. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. നമ്മൾ ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് പിണറായിയുടെ രാജ്യം വരണേ, പിണറായിയുടെ രാജ്യം വരണേ എന്നാണോ? ആണോ? അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ്. അപ്പൊ എന്തോ പ്രശ്നം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനില്ലേ? ഇല്ലേ? എടാ, നമ്മൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന ഇതാണ്. ഓർമ്മയായ നാൾ മുതൽ
കർത്താവേ സ്വർഗരാജ്യം വരണേ, കർത്താവേ സ്വർഗരാജ്യം വരണേ. അപ്പൊ ഇപ്പോഴത്തെ രാജ്യത്തിന് എന്തോ കുഴപ്പം? ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ നമ്മളിത് പ്രാർത്ഥിക്കുന്നേ? എന്താണ് ഈ രാജ്യത്തിന്റെ കുഴപ്പം? ഇവിടെ നീതിയില്ല, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇവിടെ ആർക്ക് കൂടുതൽ പണമുണ്ടോ അവർക്ക് എല്ലാം കിട്ടും. ചെതി പറഞ്ഞ ഹല്ലേലൂയ. ആർക്ക് കൂടുതൽ സ്വാധീനമുണ്ടോ അതെല്ലാം കിട്ടും. എന്താണ് നീതി? എന്താണ് നീതി? വാട്ട് ഈസ് ജസ്റ്റിസ്? ഞാൻ അർഹിക്കുന്നത് എനിക്ക് കിട്ടുന്നതാണ് എന്ത്? നീതി. അർഹിക്കുന്നത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് നീതി. അർഹിക്കാത്തത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? കരുണ. വ്യത്യാസം മനസ്സിലാക്കണം. ഞാൻ അർഹിക്കുന്നത് എനിക്ക് കിട്ടുമ്പോ അതിനെ നീതി എന്നും, ഞാൻ അർഹിക്കാത്തത് എനിക്ക് കിട്ടുമ്പോ അതിനെ കരുണ എന്നും വിളിക്കുന്നു. ജസ്റ്റിസ് ആൻഡ് മേഴ്സി. പെട്ടെന്ന് മനസ്സിലാക്കി തരാം അച്ഛൻ. ഞാനിങ്ങനെ നടന്നു വരികയാണ്. അച്ഛൻ നടന്നു വരുമ്പോൾ അച്ഛനെ കണ്ടിട്ട് ഇച്ചിരി സമ്പത്തൊക്കെ ഉള്ള അച്ഛനാന്ന് തോന്നി. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ വീട്ടിൽ ഭയങ്കര പരാധീനമാണ്, കാശൊന്നുമില്ല, ഓണമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഒന്നുമില്ല അച്ഛാ, എന്തെങ്കിലും തന്നൊന്ന് സഹായിക്കണേ. ഞാൻ പോകുമ്പോൾ ചോദിക്കരുത്, പേഴ്സ് എടുക്കാൻ മറന്നുപോയി അച്ഛൻ. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഈ സങ്കടമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. അപ്പോൾ 1-2 നോട്ട് തടഞ്ഞു. ഞാൻ എടുത്തപ്പോൾ 500ൻ്റെ നോട്ടാ. ഞാനത് നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളോട് കാണിച്ചത് നീതിയാണോ കരുണയാണോ? കരുണയാണ്. എന്തുകൊണ്ടാ? നിങ്ങൾ ആരാന്ന് എനിക്കറിയാമോ? ഇല്ല. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് തരേണ്ടുന്ന വല്ല ആവശ്യവും എനിക്കുണ്ടോ? ഇല്ല. ഐ എം നോട്ട് ഒബ്ലൈഡ് ടു ഡു ദാറ്റ്. ഞാൻ നിർബന്ധിതനല്ല. പക്ഷെ നിങ്ങൾ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തന്നതാണ്. അതിനെയാണ് കരുണ എന്ന് പറയുന്നത്. നിങ്ങൾ അർഹിക്കുന്നില്ല, ഞാൻ നൽകി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. മറിച്ച് നിങ്ങളെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു 2000 രൂപ ഏൽപ്പിച്ചു, അച്ഛാ സൂക്ഷിക്കണേ. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് വന്ന് പറയുകയാണ്, അച്ഛാ ഓണമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, പരാധീനതയാണ്, ഞാൻ ഏൽപ്പിച്ച ഈ പൈസയിൽ 2000 രൂപയിൽ കുറച്ചിഞ്ഞ് തരണേ. അച്ഛാ ഒന്നും ആലോചിച്ചില്ല, പോക്കറ്റിൽ കൈയിട്ടു, കിട്ടിയത് 500 രൂപയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് വെച്ചോ, തന്നു. ഞാൻ കാണിച്ചത് കാരുണ്യമാണോ? അല്ല. എന്താ ചെയ്തത്? നിങ്ങളുടെ പണമാണ്, 2000 രൂപ എന്നെ ഏൽപ്പിച്ചേക്കാണ്, 500 രൂപ ഞാൻ തന്നു. നിങ്ങൾ അർഹിക്കുന്ന പണമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് നീതി. നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് നീതിയെങ്കിൽ, സ്വർഗരാജ്യം വരണമേ, സ്വർഗരാജ്യം വരണമേ എന്ന് നിരന്തരം വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ നീതി എനിക്ക് ലഭ്യമാകണമേ എന്നാണ്. എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് അർഹിക്കുന്നതൊന്നും കിട്ടുന്നില്ല. എല്ലായിടത്തു നിന്നും അവഗണനയും മാറ്റി നിർത്തപ്പെടലുകളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. ഇതല്ല ഞാൻ അർഹിക്കുന്നത്. ഞാൻ അർഹിക്കുന്നത് കുറച്ചും കൂടി മെച്ചമായ പരിഗണനയും സ്നേഹവും ഒക്കെയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ എന്താണ്? സ്വർഗരാജ്യം എന്നാൽ സമാധാനം. ഇവിടെ സമാധാനം ഉള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛനൊക്കെ എന്തോ സമാധാനമാ. ഞാൻ ചോദിച്ചു, എന്തോടാ? എൻ്റെ അച്ഛ ഒന്ന് കെട്ടി നോക്കണം, ഉള്ള സമാധാനം മുഴുവൻ പോകും. അച്ഛനൊക്കെ കെട്ടാത്തത് കൊണ്ട്
ഈ ബ്രഹ്മചര്യാണ് ഒരു 10 വർഷമായിട്ട്, പട്ടം കിട്ടിയിട്ട് 10 വർഷമായി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ പയ്യൻ എന്നോട് പറയാണ്, ചെറുപ്പക്കാരൻ, എൻ്റെ അച്ഛനൊക്കെ രാവിലെ എഴുന്നേൽക്കുക, ശാന്തമായിട്ട് കുർബാന ചൊല്ലുക, അത് കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് ഒന്ന് പത്രം വായിക്കുക, അത് കഴിഞ്ഞ് വന്ന് ശാന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോവുക, എല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായി വരിക, ഭക്ഷണം കഴിക്കുക, ശാന്തമായി കർത്താവിനെ വിളിക്കുക, കിടന്നുറങ്ങുക. എൻ്റെ ഭാര്യയുടെ പേര് ശാന്ത എന്നാ. ഒരു ശാന്തതയും എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ അച്ഛ കെട്ടിയ നാൾ മുതൽ. എന്നിട്ട് ഇവൻ എന്നോട് ചോദിച്ച അടുത്ത വാചകമാണ് എന്താണെന്നറിയാമോ? ഇനി സെമിനാരി വന്ന അച്ഛനാക്കുവോ? ഞാൻ പറഞ്ഞു, മോനെ ഒരു സാധ്യതയും ഇല്ല. ജ്യോതി പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ നേരത്തെ ആലോചിക്കണം, ഇതൊക്കെ നേരത്തെ ആലോചിക്കണം. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ ഉള്ള്, നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞ്. എന്താണ് സമാധാനം? എനിക്ക് സ്വസ്ഥത, ആകുലതകൾ ഒഴിഞ്ഞ, ടെൻഷനുകൾ ഒഴിഞ്ഞ ഒരു ജീവിതം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ മുടി വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ, മുടിയൊക്കെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നറിയാം, മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായിട്ടിരിക്കുകയാണ്. മുടി വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ സ്ഥിരമായി മുടി വെട്ടുന്ന ബാർബർ എന്നോട് ചോദിക്കുകയാണ്, അച്ഛന് ഭയങ്കര ടെൻഷനാന്ന് തോന്നുന്നല്ലോ. ഞാൻ ചോദിച്ചു, എന്താ മോനെ? മുടി മുഴുവൻ വെളുത്തല്ലോ, നരയ്ക്കാണ് അച്ഛൻ. ഞാൻ പറഞ്ഞടാ, ഇത് ടെൻഷൻ കൊണ്ടല്ല, പ്രായമാവുന്നത് കൊണ്ട് വരുന്നതാണ്. 40 വയസ്സാവുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. മലയാളികളുടെ നമ്മുടെ ചിന്ത, നമ്മൾ നരയ്ക്കുന്നത് ടെൻഷൻ കൂടുമ്പോഴാണെന്നാണ്. നമുക്ക് എന്തിനാ ഈ ടെൻഷൻ? സമാധാനം പോകുമ്പോഴാണ് ഈ ടെൻഷൻ വരുന്നത്, അല്ലേ? ശാന്തത, ഉള്ളു ശാന്തമായി ഇരിക്കുന്ന മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടോ? സ്ട്രെസ് ഉണ്ടോ? ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ജീവിതം മുഴുവൻ അസമാധാനത്തിൻ്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് നിരന്തരമായി കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ. എന്താണ് അർത്ഥം? സമാധാനം എനിക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി എന്താണ് സ്വർഗരാജ്യം? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. എന്തെടുത്താലും ഇപ്പോൾ ഒരു സന്തോഷവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരു കൊച്ചു ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, അച്ഛാ ഒരു ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, ഇപ്പം എന്തെങ്കിലും ജോലി ഉണ്ടോ? ഉണ്ടച്ഛാ, ഇച്ചിരി താഴ്ന്ന ജോലിയാണ്. ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ താഴ്ന്ന ജോലി എന്തുവാ? അത് എയർപോർട്ടിൽ. ഞാൻ ചോദിച്ചു, എയർപോർട്ടിൽ ഏത് ജോലിയാ? അവിടുത്തെ ഡ്യൂട്ടി മാനേജരാ. എയർപോർട്ടിലെ ഡ്യൂട്ടി മാനേജരാ. ഞാൻ ചോദിച്ചു, എത്ര രൂപയുണ്ട് ശമ്പളം? അത് 1.25 വരും അച്ഛാ. 1.25 വരും. നിങ്ങളുടെയൊക്കെ ശമ്പളം എത്ര ഉണ്ട്? ഞാൻ ചോദിച്ചു, മോളെ തുണിക്കടയിൽ തുണിയെടുത്ത് കൊടുക്കുന്ന കൊച്ചിന് കിട്ടുന്ന ശമ്പളം 10,000-15,000 ഉള്ളൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നീ എന്നെ നോക്ക്, അച്ഛനെ നോക്ക്. അച്ഛന്മാർക്ക് എവിടെ ഏത് ശുശ്രൂഷ നടത്തിയാലും അരമനയിൽ കിട്ടുന്ന ലൈസൻസ് അല്ല അലവൻസ് എത്ര വലിയ അച്ഛനാണെങ്കിലും 14,000 രൂപയേ ഉള്ളൂ. എത്ര 14,000 രൂപ. ഏത് സ്കൂളിൻ്റെ മാനേജരാണെങ്കിലും, ഏത് ഉയർന്ന ജോലി ചെയ്യുന്ന പുരോഹിതനാണെങ്കിലും, ഇഫ് യു ആർ എ കാത്തലിക് പ്രീസ്റ്റ്, നിങ്ങളൊരു കത്തോലിക്ക സഭയിലെ പുരോഹിതനാണെങ്കിൽ 14,000 രൂപയേ ഉള്ളൂ. എന്നേക്കാൾ എത്ര മടങ്ങുള്ള പെങ്കൊച്ചാണ് നീ? സമാധാനമില്ല, സന്തോഷമില്ല, കിട്ടുന്നതിനോട് ഒരു നിർവൃതി, സന്തോഷമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാ? കാരണം എന്തുകൊണ്ടാ? എത്ര കിട്ടിയാലും
മതി വരുന്നില്ല. എത്ര കിട്ടിയാലും മതി വരുന്നില്ല. ഈ ഉള്ള് മതി എന്ന് പറയുമ്പോഴാണല്ലോ സന്തോഷം പൂർണ്ണമാകുന്നത്. ഇനി എനിക്കൊന്നും വേണ്ട, കാരണം ഇപ്പൊ ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് എന്തിനോടെങ്കിലും നോ പറയാൻ ഇന്നേ വരെ പറ്റുന്നുണ്ടോ? ഇനിയും പോരട്ടെ, ഇനിയും പോരട്ടെ. ചതി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമില്ലാത്തത് കൊണ്ടാണ്. ഒന്നും തികയുന്നില്ല. അപ്പൊ നിരന്തരമായി സ്വർഗരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ നീതി എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകണം, അങ്ങയുടെ സമാധാനം എനിക്ക് ലഭ്യമാകണം, അങ്ങയുടെ ആത്മാവ് നിറഞ്ഞുള്ള സന്തോഷം എനിക്ക് ലഭ്യമാകണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കിട്ടാനുള്ള, ഈ സ്വർഗരാജ്യം എൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ള ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുക. എന്താ അച്ഛൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഉറങ്ങുമായോണ്ട് അച്ഛൻ ഈ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുക. അച്ഛൻ നിങ്ങളോട് ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചോളട്ടെ. എനിക്ക് തോന്നുന്നു ഒരു 10, 400, 450 പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്തിനാ ജനിച്ചേ? രണ്ടാമത്തെ ചോദ്യം മാറ്റി ഒന്ന് ചോദിക്കാന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ധ്യാനത്തിന് വന്നിട്ട് ഇങ്ങനെ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇത് അനേകർ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ബർത്ത്? ഈ കൂട്ടത്തിൽ കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കരകയർത്താമോ? നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ സമാധാനം പോയെന്ന്. നിങ്ങൾ ജനിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? ചിലരുടെയൊക്കെ മട്ടും ഭാവവും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്ന് തോന്നും. ഒരു 26, 27 വയസ്സാവുമ്പോഴേ വന്ന് പറച്ചിലാണ്, അച്ഛാ കല്യാണം നടക്കുന്നില്ല. 23-ാമത്തെ വയസ്സിൽ വിവാഹ തടസ്സം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വിവാഹം കഴിക്കാൻ വേണ്ടിയാണോ നമ്മൾ ജനിച്ചേ? നോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളോട് പറയുന്ന വാചകം എന്താണ്? പഠിക്കടി, 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 പഠിക്കടാ, പഠിക്കടാ, പഠിക്കടാ. പഠിക്കാൻ വേണ്ടിയാണോ നമ്മൾ ജനിച്ചേ? ആണോ? അല്ല. രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്, ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. നമ്മൾ ജനിച്ചത് കഷ്ടപ്പെടാൻ വേണ്ടിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല ജോലി ലഭിക്കും. നല്ല ജോലി ലഭിച്ചാൽ നമ്മുടെ കയ്യിൽ നന്നായിട്ട് സമ്പാദ്യങ്ങൾ വരും. നമുക്ക് നന്നായിട്ട് പണം സമ്പാദിക്കാം, സ്വത്ത് സമ്പാദിക്കാം. എന്തിനാണ് പണവും സമ്പത്തുമൊക്കെ? നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ്, നല്ല ഭവനത്തിൽ താമസിച്ച്, നല്ല കാറിൽ സഞ്ചരിച്ച്, നല്ല ജീവിത സൗകര്യങ്ങൾ മെനഞ്ഞെടുക്കാൻ വേണ്ടിയല്ലേ? ആണോ? ആണ്. എന്തിനാണ് ഈ നല്ല ജീവിത സൗകര്യങ്ങൾ മെനഞ്ഞെടുക്കുന്നത്? നല്ലതുപോലെ ജീവിക്കാൻ. അച്ഛൻ ചോദിക്കുന്നത്, എന്തിനിങ്ങനെ നല്ലതുപോലെ ജീവിക്കുന്നു എന്നാണ്. ദർ മസ്റ്റ് ബി എൻ എയിം. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ മെനഞ്ഞെടുത്തു തുടങ്ങുമ്പോ ജീവിതത്തിൽ നമ്മൾ നേരത്തെ കണ്ട വചനത്തിലെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമുണ്ടാകും. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു ഗാനം പാടി ഈശോയെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കേട്ട് ആ ലക്ഷ്യത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ആ ലക്ഷ്യമറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ കടന്നു പോകുന്ന അസമാധാനത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, അനീതിയുടെ അവസ്ഥകളിൽ നിന്ന്,
സന്തോഷമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് സൗഖ്യത്തിൻ്റെ സന്തോഷം പകരുന്ന അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് ആത്മാർത്ഥമായി പാടി പ്രാർത്ഥിക്കാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഉച്ചത്തിൽ പാടാം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഞാൻ അങ്ങയിലാണല്ലോ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അങ്ങയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മകനായ മകളായ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപകളെ, സൗഖ്യം നൽകുന്ന അങ്ങയുടെ കരത്തെ നീട്ടണമേ. വേഗത്തിൽ വരുവേ, വേഗത്തിൽ വരുവേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുവേ, വേഗത്തിൽ വരുവേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറൻ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കൺകളാൽ കാണുവേ, കൺകളാൽ കാണുവേ, പ്രിയ രക്ഷകനെ.
ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ അങ്ങേക്ക് മഹത്വം. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കിരിക്കാം. നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം, 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനമാണ്. ആദ്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. എന്താണ് വചനം എന്നറിയാമോ? എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ഇതാണ് വചനം. എന്താ വചനം? എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവർ. അപ്പോൾ ഞാൻ നിങ്ങൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഈ മനോഹരമായ ലോകത്തിൽ എന്തിനാ? ദൈവമേ, എന്തിനാ നമുക്ക് ദൈവം ജന്മം തന്നതെന്നാണ് അച്ഛൻ ഈ ചോദിക്കുന്നത്. വചനം എന്താ? ഒരിക്കൽ കൂടി അച്ഛൻ വായിക്കാം. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തവരാണ് നമ്മൾ. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ മഹത്വം. അച്ഛൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാലാഖമാരെ ദൈവം എന്തിനാ സൃഷ്ടിച്ചേ? മാലാഖമാർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇപ്പൊ വചനം പറയുന്നു, നമ്മളെ എന്തിനാ ദൈവം സൃഷ്ടിച്ചേ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇപ്പൊ മാലാഖമാരുടെ സൃഷ്ടികർമ്മത്തിന്റെ പുറകിലുള്ള അന്തസത്തയും എന്നെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പുറകിലുള്ള കാരണവും ഒന്നാണ്. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ മാലാഖയാണെങ്കിലും ഞാൻ മനുഷ്യനാണെങ്കിലും എനിക്ക് ഒറ്റ ജീവിത ലക്ഷ്യമേ ഉള്ളൂ. എന്ത്? ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒരാരാധനയുടെ ജീവിതം നയിക്കുന്നതിന് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ എന്തു ചെയ്താലും, ഞാൻ എന്തു പറഞ്ഞാലും, ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുന്ന ഒരു ജീവിത ലക്ഷ്യം. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ മാലാഖയുടെ ജീവിത ലക്ഷ്യവും എൻ്റെ ജീവിത ലക്ഷ്യവും സെയിമാണ്. പക്ഷെ മാലാഖയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടബാധിതയുള്ള മാലാഖ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും മാലാഖയ്ക്ക് കടബാധിത ഉണ്ടോ? ഇല്ല. ദാമ്പത്യ പ്രശ്നമുള്ള മാലാഖ, ഏതെങ്കിലും മാലാഖയ്ക്ക് ദാമ്പത്യ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. രോഗിണിയായ മാലാഖ, ഏതെങ്കിലും മാലാഖയ്ക്ക് രോഗമുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ അല്പം മുമ്പ് സാക്ഷിയൊക്കെ പറഞ്ഞല്ലോ. ഏതെങ്കിലും മാലാഖയ്ക്ക് രോഗമുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നേ വരെ ഒരു മാലാഖയ്ക്കും രോഗം വന്നിട്ടില്ല. സമാധാനം നഷ്ടപ്പെട്ട മാലാഖ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ പ്രശ്നങ്ങളെല്ലാം ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പം മാലാഖയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒറ്റ വ്യത്യാസം, മാലാഖയ്ക്ക് ശരീരമില്ല. അതുകൊണ്ട് ശരീരത്തിലെ വേദനകളോ പീഡനങ്ങളോ രോഗങ്ങളോ സഹനങ്ങളോ ആകുലതകളോ ആർക്കില്ല? മാലാഖയ്ക്കില്ല. എനിക്ക് ശരീരം ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം എനിക്ക് ശരീരം ഉണ്ടായ നാൾ മുതൽ ഉണ്ട്. എന്ന് ശരീരം എന്നിൽ നിന്ന് മാറ്റപ്പെടുന്നോ അന്ന് എനിക്ക് ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാനും മാലാഖയാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന മാലാഖയാണ് ഞാനും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് ശരീരമുള്ള മാലാഖയാണ് ഞാൻ. സ്വർഗത്തിലുള്ളത് ശരീരമില്ലാത്ത മാലാഖമാരാണ്. അവര് വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുലതകളും ഇല്ലാതിരിക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോ ഞാൻ എല്ലാ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും ആകുലതകളുടെയും രോഗങ്ങളുടെയും സഹനങ്ങളുടെയും മധ്യത്തിൽ നടുക്ക് നിന്നുകൊണ്ട്
ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ആരുടെ മഹത്വപ്പെടലിലാണ് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? അപ്പോൾ മാലാഖയുടെ ആണോ നമ്മുടെ ആണോ? നമ്മുടെയാണ്. അത് അഭിമാനത്തോടു കൂടി പറയണം. മാലാഖ അവർക്ക് കിട്ടിയ കടമയുടെ പേരിൽ ചെയ്യുന്നു. എനിക്ക് കടമയാണെങ്കിലും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചതി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം നോക്കിക്കേ നിങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായം 20-21 വചനം നോക്കിക്കേ. എന്താണ്? വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും കർത്താവിനെ ബഹുമാനിക്കുന്നുണ്ട്. അടുത്ത വചനം എന്താ? അടുത്ത വചനം? എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ. കേട്ടോണേ, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന്. അപ്പൊ നമ്മുടെ സൃഷ്ടികർമ്മത്തിന്റെ ലക്ഷ്യം എന്താന്ന് വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് പറയാണ്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത. അടുത്ത വചനമാണ്, ജനത്തിന് വെള്ളമില്ലാത്ത അവസ്ഥ, മരുഭൂമിയിൽ ഞാൻ ജീവജലമൊഴുക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയ. വിജനദേശത്ത് നദികൾ ഞാൻ ഒഴുക്കും. ഇതാണ് വചനം. അപ്പൊ നിങ്ങൾ ഇന്ന് ദുരിതത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, സഹനങ്ങളുടെ മരുഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, വിജന സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ആയിരിക്കുന്നതെങ്കിൽ, എന്താണ് വിജന സ്ഥലം? ആരുമില്ല, പരിചയക്കാരുമില്ല. ചില സമയങ്ങളിൽ ചുറ്റുവട്ടത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരും പരിചയക്കാരാണ്. പക്ഷേ എന്നിട്ടും വിജനസ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിനകത്ത് ആരും മനസ്സിലാക്കാത്ത അവസ്ഥ. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും കൂടെ ഇല്ലാത്ത അവസ്ഥ. അതും ഒരു വിജനാവസ്ഥയാണല്ലോ. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ പോലും നിനക്ക് വേണ്ടി കർത്താവ് നദി ഒഴുക്കുമെന്നാണ് വചനം പറയുന്നത്. നീ എങ്ങനെ ജീവിച്ചാൽ, ലക്ഷ്യമറിഞ്ഞ് ജീവിച്ചാൽ. എന്താണ് നിന്റെ ലക്ഷ്യം? എന്താണ് നിന്റെ ലക്ഷ്യം? കർത്താവിനെ മഹത്വപ്പെടുത്തുക, അവനെ സ്തുതിച്ച് പ്രകീർത്തിക്കുക. അപ്പൊ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുരോഹിത വൃത്തിയിലായിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങൾ ഒരുപക്ഷെ എഞ്ചിനീയർ ആകാം, ഡോക്ടറാകാം, നേഴ്സാകാം, നിങ്ങളൊരു അധ്യാപികയാകാം, ഇല്ലേ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാകാം. ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ആ മേഖലയിലേക്ക് ദൈവം പിടിച്ചുയർത്തിയത് അവിടെ നിന്നുകൊണ്ട് ആ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ഭാഷയിലാണ്. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ജീവിക്കുന്ന സത്യ ആരാധകരെയാണ് പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് ദൈവം അന്വേഷിക്കുന്നത്. ആരാധിക്കുന്നവർക്ക് മാത്രമേ വിടുതലുകൾ ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ IMS അമ്മയുടെ മണ്ണിൽ വന്നു കയറി നിങ്ങൾ നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സൗഖ്യം കിട്ടില്ല.
വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഒരു സൗഖ്യം കിട്ടില്ല. ഇവിടെ അനേകര് കടന്നു വരുന്നുണ്ട്. മാതാവിലൂടെ കർത്താവ് തൊടുന്നത് ചിലരെ മാത്രമേ ഉള്ളൂ. നഗ്നമായ സത്യം അച്ഛൻ പറയാണ് നിങ്ങളോട്. നിങ്ങളൊരു 500 പേര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് ഇന്ന് കർത്താവ് ഒരു പക്ഷെ തൊടുന്നത് 10 പേരെ കാണത്തുള്ളൂ. ആരാണ് ആ 10 പേർ? ഉറങ്ങുന്നവനെ കർത്താവ് തൊടില്ല. അവൻ അന്നും ഇന്നും നാളെയും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അലസനെ കർത്താവ് തൊടില്ല. അവൻ ഇന്നലെയും അലസനാണ്, ഇന്നും അലസനാണ്, അവൻ നാളെയും അലസനാണ്. നിർബന്ധിക്കപ്പെട്ട് ഇവിടെയൊക്കെ കടന്നു വന്നിരിക്കുന്ന ആരെയും കർത്താവ് തൊടില്ല. അവൻ ഇന്നും നിർബന്ധിക്കപ്പെട്ട് വന്നു, ഇന്നലെയും അങ്ങനെ തന്നെയാണ് വന്നത്, നാളെയും അവൻ അങ്ങനെ വരൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ചില മനുഷ്യരെ ഇന്ന് കർത്താവ് തൊടുന്നുണ്ടെങ്കിൽ അത് ഈ ജീവിത ലക്ഷ്യം അറിഞ്ഞ് ഞാൻ ജീവിച്ചു തുടങ്ങും എന്ന് തീരുമാനമെടുത്ത് ഈ സെക്കൻഡിൽ ജീവിച്ചു തുടങ്ങുന്നവരെയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം. പെട്ടെന്നെടുത്തേ. യോഹന്നാൻ 4:23. എന്താണ് വചനം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഇതൊരു സമരിയാക്കാരി സ്ത്രീയോട് നമ്മുടെ കർത്താവ് യേശു മിശിഹ ഒരു സംവാദത്തിനിടയിൽ പറഞ്ഞു വെക്കുന്ന ഒരു പരമസത്യമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും നിറഞ്ഞു നിന്നുകൊണ്ട്, സത്യമില്ലാത്ത അനേകം ആരാധനകളുണ്ട്, കളിപ്പിക്കുന്ന ആരാധനയാണ് എന്ന് പ്രകടിപ്പിക്കുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തൊക്കെ. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അമ്മയുടെ പേരിൽ തന്നെയുള്ള വേളാങ്കണ്ണി, അവിടെ നിന്ന് ഒരു ന്യൂസ് വന്നത് നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ദുരാചാരങ്ങളോ അനാചാരങ്ങളോ ഒന്നും ഇല്ല. ചിലർ തൊട്ടിൽ കെട്ടുന്നു, ചിലർ പൂട്ടുന്നു. ഇതൊന്നും ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്ന് അവിടുന്ന് തന്നെ അറിയിപ്പ് വരുന്നു. അപ്പൊ കാലങ്ങളായിട്ട് ഇത് പലരും അവിടെ ചെയ്യുന്നു എന്നല്ലേ? ഇതൊന്നും ആരാധനയുടെ ഭാഗമല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സത്യത്തിലുള്ള ആരാധന മറന്ന്, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് മറ്റു പല രീതിയിലും, യഥാർത്ഥ മഹത്വം അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. കർത്താവിന്റെ നാമം പെടുത്താത്ത ആരാധനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതൊന്നും സത്യാരാധനയല്ല. സത്യ ആരാധന അത് കർത്താവിന് മാത്രം കൊടുക്കുന്ന ആരാധനയാണ്. പ്രസംഗിക്കുന്നവന്റെ മഹത്വത്തിന് വേണ്ടിയോ, പ്രസംഗിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ മഹത്വത്തിന് വേണ്ടിയോ, സമ്പാദ്യങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയോ ഒന്നുമല്ലിത്. ഇത് കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സത്യ ആരാധന, ആത്മാവിൽ നിറഞ്ഞുള്ള ആരാധന. എന്താണ് ആത്മാവിൽ നിറഞ്ഞുള്ള ആരാധന എന്ന് പറഞ്ഞാൽ? ഈ ആത്മാവിൽ നിറഞ്ഞുള്ള ആരാധന അത് അവസാനിക്കുന്ന ആരാധനയല്ല. ഈ പന്തലിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. പന്തൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ആരാധനയില്ല. എനിക്കറിയാം പ്രിയമുള്ളവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് വേറെ ആരുമല്ല, ക്രിസ്ത്യാനികളാണ്. അച്ഛൻ പരമമായ സത്യം നിങ്ങളോട് പറയാണ്. ഏറ്റവും കൂടുതൽ തെറി വാക്കുകൾ ഉച്ചരിക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനികളാണ്. നമുക്കിതിനകത്ത് PhD ഉണ്ട്. ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ വിളിക്കാം, എങ്ങനൊക്കെ വിളിക്കാം. പള്ളി വരുമ്പോൾ
ആരാധനാലയങ്ങളിൽ വരുമ്പോൾ കർത്താവേ ഹാലേലുയ്യ ഹാലേലുയ്യ. പന്തൽ വിട്ട് പോകുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, റോഡിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ നീ സ്തുതിക്കുന്നത് ഏത് വാക്കാണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മലയാള ഭാഷയിൽ നിന്ന് തെറിപ്പിച്ച് വിട്ട വാക്കുകളാണ് തെറിവാക്കുകൾ. ഇന്നും എൻ്റെ നാവിൽ നിന്ന് അത് പോയിട്ടില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിത്വമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഞായറാഴ്ച അച്ഛൻ പൊതുയോഗത്തിൽ തെറി പറഞ്ഞു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റാത്തത് നിങ്ങൾക്കും പറ്റത്തില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. സദാസമയവും ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആത്മാവ് തൊട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവൻ ആത്മാവിനെ പകരുന്ന ജീവിതമാണ്. അവൻ ആരാധനാലയങ്ങളിൽ വരുമ്പോ ആരാധന നടത്തുന്നു, അവൻ അവിടുന്ന് മടങ്ങിപ്പോകുമ്പോഴും അവന്റെ ജീവിതം മുഴുവൻ ആരാധനയായി മാറുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം നിങ്ങൾ നോക്കിക്കേ, എന്താണ്? അല്ല അതിപ്പോൾ തന്നെയാണ്. അടുത്ത വചനമാണ് ഏറ്റവും പ്രസക്തം. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. യഹോവയായ ദൈവം അന്വേഷിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മനുഷ്യരെയാണ്. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം, അനുഗ്രഹം ഇത് അടിച്ചെടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ കുറച്ച് കാട്ടിക്കൂട്ടലുകൾ വഴി നിങ്ങൾക്ക് ലഭ്യമാവില്ല. ഇത് ലഭ്യമാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തിരുത്തുമ്പോഴാണ്. നിങ്ങൾ യഥാർത്ഥ സത്യ ആരാധകരായി മാറുമ്പോഴാണ്. നിങ്ങൾ പഴയ നിയമം മുഴുവൻ ഒന്ന് പരിശോധിക്കുക. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം കടത്തിക്കൊണ്ടുവന്ന് സമാധാനത്തിന്റെ, ശാന്തതയുടെ, നീതി ലഭ്യമാകുന്ന കാനാൻ ദേശത്ത് സ്വർഗരാജ്യത്തിന് തുല്യമെന്ന് പറയാൻ പറ്റില്ല. സ്വർഗരാജ്യം തന്നെ നൽകിയതാണ്. എന്തിന്? കർത്താവിനെ ആരാധിക്കാൻ. ചതി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടിവിച്ചു കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ കർത്താവ് മോശയോട് പറയുന്നു, മോശെ നീ പോയി ഫറവോയോട് പറയണം, എന്ത്? എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിടുവിക്കണമെന്ന്. നിങ്ങൾ നിയമാവർത്തന പുസ്തകം മുഴുവനൊന്ന് വായിക്കണം, ഇല്ലെ പുറപ്പാടിന്റെ പുസ്തകം മുഴുവനൊന്ന് വായിക്കണം, ഒന്ന് ഇരുന്ന് വായിക്കണം. പുറപ്പാടിന്റെ പുസ്തകം ഒന്നെടുത്തേ, 7-ാമത്തെ അധ്യായം. പുറപ്പാടിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കർത്താവ് പറയും, എന്നെ ആരാധിക്കുന്നതിന് എൻ്റെ ജനത്തെ വിടുവിക്കാൻ നീ പോയി ഫറവോയോട് പറയണം. 8-ാം അധ്യായം 1-ാമത്തെ വചനം നിങ്ങൾ നോക്കണം, 20-ാമത്തെ വചനം നിങ്ങൾ വായിക്കണം, 9-ാം അധ്യായം 1-ാമത്തെ വചനം നോക്കണം, 13-ാമത്തെ വചനം വായിക്കണം നിങ്ങൾ, 10-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. നിരവധി തവണ മോശയെ കർത്താവ് ഇടുകയാണ് ഫറവോയുടെ അടുക്കലേക്ക്. ഇതൊന്നും കേൾക്കാതെ വരുമ്പോ ഈ കൂടെ നിൽക്കുന്ന സേവകന്മാര്, ഫറവോയുടെ സേവകന്മാര് ഇത് കേട്ട് 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 മടുത്ത് ഇവര് കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിടു പ്രഭോ എന്ന് ഫറവോയോട് പറയുന്ന രംഗം വായിക്കാം 7-ാമത്തെ വചനത്തിൽ. 10-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം നോക്കിക്കേ നിങ്ങൾ. പുറപ്പാട് 10:7 ഉച്ചത്തിൽ വായിക്കാമോ? പുറപ്പാട് 10:7. അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം? തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും. നോക്കിക്കേ, തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ
ഈ ജനത്തെ വിട്ടയച്ചാലും. ഭറവോ ശല്യം കൊണ്ട് ഇവരെ വിട്ടയക്കുകയാണ്. മനസ്സോടുകൂടിയൊന്നുമല്ല. വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും തോന്നി വിട്ടത് ശരിയായില്ല, പിടിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ കർത്താവ് വിടുവിക്കണമെങ്കിൽ അത് ആരാധിക്കാൻ വേണ്ടിയാകണം. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതലുള്ള പ്രാർത്ഥനയുടെ വരികളൊക്കെ മാറണം. കാലാകാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഇനി വേണ്ട. എന്താ വേണ്ടതെന്നറിയാമോ? നിങ്ങൾ കടന്നു പോകുന്നത് ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, എന്നെ ഈ രോഗം കലശലായി പീഡിപ്പിക്കുന്നു, എനിക്ക് നിന്നെ ആരാധിക്കാൻ ഈ രോഗം തടസ്സമാണ്, എനിക്ക് സൗഖ്യം നീ തരണം, ഞാൻ നിന്നെ പൂർണ്ണമായി ആരാധിക്കും. പ്രാർത്ഥിച്ചു നോക്ക്, സൗഖ്യം ഇറങ്ങുന്നത് നിങ്ങൾ കാണും. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് മുട്ടുവേദന, കാലിന് പെരുപ്പ്, തരിപ്പ്. എന്താ അച്ഛനത് പറയാനുള്ള കാരണം എന്നറിയാമോ? പണ്ടൊക്കെ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ പൂർവികര് മുട്ടുകുത്തി ആരാധിക്കുമായിരുന്നു. മുട്ടുകുത്തി ആരാധിക്കും. ഇന്ന് നമുക്ക് മുട്ടുകുത്താൻ വയ്യ. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെ പൊട്ടിപ്പോകുന്ന മുട്ടാന്നെങ്കിൽ അങ്ങ് പോട്ടെന്നേ. നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ? ഇപ്പം മുട്ടുകുത്താൻ പറ്റാത്തതുപോലെ അസഹനീയമായ വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുവേദന മാറണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. വരി മാറണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവേ, ഞാൻ മുട്ടുകുത്തി ആരാധിക്കേണ്ടതിന് എൻ്റെ മുട്ടിനെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഇത് പറയാൻ നമുക്ക് പറ്റുന്നില്ല. വേദന ഒരൽപ്പം മാറിയാലും ഞാൻ മുട്ടുകുത്തുന്നില്ല, വീണ്ടും വേദന വരുന്നു. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അനേക നാളായി ശ്രമിക്കുന്നു, ഇവിടെ നിന്ന് വിദേശത്തേക്കൊന്ന് പോകാൻ നടക്കുന്നില്ല, എല്ലാം തടസ്സമാണ്. കർത്താവേ, എൻ്റെ വിസ ശരിയാക്കണേ, എനിക്ക് ടിക്കറ്റ് വരണേ. അങ്ങനല്ല ഇനി പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാമോ? കർത്താവേ, നീ ഹിതമാകുന്ന സ്ഥലത്ത് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ. നീ ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഇനി വിദേശത്ത് ഏത് രാജ്യത്ത് ചെന്നാലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവത്തിനറിയാം. അപ്പൊ അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ഇപ്പോ ഇവിടെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നുണ്ടല്ലോ, നീ എന്നെ കൊണ്ടുചെന്നാക്കുന്ന സ്ഥലത്ത് നിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ ജീവിക്കും, നിന്നെ ആരാധിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ ഈ യാത്രയെ അങ്ങ് ശരിയാക്കണമേ. പ്രാർത്ഥിച്ചു നോക്ക്, കർത്താവ് യാത്ര ശരിയാക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് എങ്ങനെ ദൈവ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്താമെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് കേവലം സൗഖ്യം മാത്രം മതി. നമുക്ക് നമ്മുടെ ചില ആഗ്രഹങ്ങൾ നടന്നാൽ മാത്രം മതി. അത് നടന്നു കിട്ടിക്കഴിയുമ്പോഴും ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല, കർത്താവിനെ ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കുമ്പോൾ അത് ക്ലിയർ ആകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം നിങ്ങൾ നോക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:25. എന്താ സംഭവം എന്നറിയാമോ? പൗലോസും സീലാസും കാരാഗ്രഹത്തിലാണ്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ. ഇവർ കാരാഗ്രഹത്തിൽ ആകാനുള്ള കാരണം ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ. ആ വചനഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചാൽ അതിശയപ്പെട്ടു പോകും നമ്മൾ.
പൗലോസും സീലാസും കൂടെ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു സ്ത്രീ, അവിടെ പ്രവചനം നടത്തുന്ന ആത്മാവുള്ളൊരു സ്ത്രീയുണ്ട്. ഇവരിങ്ങനെ പലരെ പറ്റിയും പല പ്രവചനങ്ങളും പറയും. അപ്പം അവരെ കാണാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര കൂട്ടമാണ്. നമ്മൾ ഈ പലയിടത്തും പോയില്ലേ, എൻ്റെ കാര്യമൊന്ന് പറയണേ അച്ഛാ, ഞാനിത് ചെയ്താൽ മതിയോ അച്ഛാ, അല്ലെങ്കിൽ ഈ കണിയാൻ്റെ അടുത്തൊക്കെ പോവില്ലേ ഇങ്ങനെ കബഡിയൊക്കെ നിരത്തി നോക്കാൻ, പ്രവചിക്കാൻ. എല്ലാ എണ്ണം ഓടാറുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ ഈ പൗലോസിനെയും സീലാസിനെയും പറ്റി പോലും ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാമത്തെ അധ്യായം വചനം ഒന്ന് നോക്കിക്കോണേ നിങ്ങൾ. 16-ാമത്തെ അധ്യായം അച്ഛൻ വായിക്കാം. 17-ാമത്തെ വചനം നോക്കിക്കണം. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ അപ്രകാരം ചെയ്തു. പൗലോസിനെ അത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തക്ഷണം അത് പുറത്തുപോയി. ഈ ആത്മാവിൽ പ്രവചിച്ച സ്ത്രീ കള്ളത്തരമല്ലോ പറഞ്ഞോ? ഒരു കള്ളത്തരവും പറഞ്ഞില്ല. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. ശരിയല്ലേ? ആണ്. ഉള്ള കാര്യമോ പറഞ്ഞു. അടുത്ത വചനം നോക്കിക്കേ, എന്താ പറഞ്ഞത്? അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പൗലോസും കൂട്ടരും പ്രസംഗിച്ചത് രക്ഷയുടെ മാർഗമാണ്. ഇത് കുറേ ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിന് വല്ലാത്ത അസഹ്യത ഉണ്ടായി. പൗലോസ് പറഞ്ഞു, സ്ത്രീയെ, നിന്നിലെ ഈ ആത്മാവിനെ ഞാൻ യേശുനാമത്തിൽ പുറത്താക്കുന്നു. പോയി. ഇതാണ് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കാനുള്ള കാരണം. ഇവളിലൂടെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ചിലരുണ്ടായിരുന്നു. വരുമാനങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുന്ന മനുഷ്യരുടെ പുറകെ പോകുന്ന യാത്ര നിങ്ങൾ അവസാനിപ്പിക്കണം പ്രിയമുള്ളവരെ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനോ കർത്താവ് തൊട്ട മനുഷ്യർക്കോ നിങ്ങളുടെ സമ്പാദ്യങ്ങളോ പണങ്ങളോ ഒന്നും വേണ്ട. ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടാൽ, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരൊന്നും സത്യ ആരാധകരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. പൗലോസും സീലാസും അങ്ങനെ കാരാഗ്രഹത്തിലായി. ഇവര് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. 25-ാമത്തെ വചനം നോക്കിക്കേ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടടുത്താണ് അവർ ആരാധിച്ചത്. ഇപ്പം മണി 1:30. വാച്ചിലൊന്ന് നോക്കിക്കേ. ഞാൻ എൻ്റെ ദൈവത്തെ, ഞാൻ കടന്നു പോകുന്ന ചങ്ങലയിട്ട് പൂട്ടപ്പെട്ട അവസ്ഥയിൽ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ഇന്ന് ആരാധിച്ചാൽ എന്നെ എൻ്റെ കർത്താവ് വിടുവിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം നോക്കിക്കേ. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്ത് ചെയ്തിട്ടുണ്ടാവാം പൗലോസും സീലാസും ബാക്കി ചങ്ങലകൾ അഴിഞ്ഞവരും? നമ്മൾ ഇതുവരെ ഇവിടം വരെ വായിച്ചിട്ടുള്ളൂ. ഇവിടം വരെ നമ്മൾ വായിച്ചിട്ടുള്ളൂ. താപ്പോട്ടുള്ളത് എന്താ നടന്നതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ ആത്മാവ് വന്നു, ആരാധിച്ചു കൊണ്ടിരുന്നവരുടെ ചങ്ങലകളെ പൊട്ടിച്ചു. ഇത് മാത്രമേ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ.
ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷം നടന്നതുകൂടി വായിക്കണം. അവരിറങ്ങിപ്പോയില്ല. അവര് തടവറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ട് അവര് പോയില്ല. അവരവിടെ തന്നെ നിന്നു. അവരാരാധന തുടർന്നുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കാവൽ സേനയുടെ തലവൻ ഉണർന്നു. അവരുറങ്ങിപ്പോയായിരുന്നു. അർദ്ധരാത്രിയായിരുന്നല്ലോ. വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. പൗലോസ് പറഞ്ഞു, ചെയ്യണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നീട് നടന്ന എന്താണെന്നറിയാമോ? ഈ കാവൽ സേനയുടെ തലവന്റെ വീട്ടിൽ ഈ പൗലോസും ശീലാസും ബാക്കിയുള്ളവരും കൂടെ പോയി ആരാധിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രംഗമാണ്. ആ വചനഭാഗം മുഴുവൻ നിങ്ങളൊന്ന് ഇരുന്ന് വായിക്കണം. വീട്ടിൽ ചെന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ആരാധനയുടെ മധ്യത്തിലാണ് വിടുവിക്കുന്നത്. എന്തിന്? വീണ്ടും ആരാധിച്ചുകൊണ്ടേയിരിക്കാൻ. എല്ലാ ക്രിസ്ത്യാനികളും വിശ്വാസികളല്ല. എല്ലാ വിശ്വാസികളും ആരാധകരല്ല. എന്താ അച്ഛൻ പറഞ്ഞേ? എല്ലാ ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നവരെല്ലാം, അവരെയാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നോ അവരൊക്കെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാം, ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല. എല്ലാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ആരാധകരല്ല. പക്ഷേ ആരാധിക്കുന്നവൻ അവൻ വിശ്വാസിയാണ്. അവൻ ക്രിസ്തുവിൻ്റെ പുറകെ അനുയാത്ര ചെയ്യുന്നവനാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേക്കാം. കരങ്ങളടിച്ച് നമ്മളോട് കർത്താവിനെ തന്നുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉച്ചത്തിൽ കരങ്ങളടിക്കാമോ? കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിങ്ങളുടെ കൈയടിക്കൊരു ഒരു ശക്തി പോരല്ലോ. കൈയടിച്ച് ഉച്ചത്തിൽ കരങ്ങളടിച്ച് നമുക്ക് ഗാനം പാടി ഈശോയെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയിൽ ആയിരിക്കാം. ആത്മശക്തിയെ ഇറങ്ങിയെന്നിവാ, ഇറങ്ങിയെന്നിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മശക്തിയെ ഇറങ്ങിയെന്നിവാ, ഇറങ്ങിയെന്നിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയത്തിയെ ഇറങ്ങിയെന്നിൽ വാ, ഇറങ്ങിയെന്നിൽ വാ, പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മനദിയായൊഴുകി എന്നിലിന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നുവാ, ആത്മനദിയായൊഴുകി എന്നിലിന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നുവാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മശക്തിയെ ഇറങ്ങിയെന്നിൽ വാ, ഇറങ്ങിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത് നാളിലെ മാളിക മുറിയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന സ്ലീഹന്മാരിലേക്ക് തീനാളങ്ങളുടെ രൂപത്തിൽ ആവസിച്ച ആത്മാവേ, ഞങ്ങളിലും അങ്ങ് ആവസിക്കാൻ
ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. പന്തക്കോസ്തു നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പടകൊസ്തു നാളിലെന്ന മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ വിളർന്നിറങ്ങി വാ, കാറ്റുപോലെ വീശി എന്നിൽ വാ. എല്ലാ മക്കളും പാടികേ. പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ. ആത്മാവേ, ഞാൻ കടന്നു പോകുന്ന ജീവിത അവസ്ഥകളിൽ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവേ അങ്ങയുടെ വലിയ കരം എനിക്ക് നീട്ടിത്തന്ന് എന്നെ രക്ഷിക്കുവാൻ ആത്മാവിനെ അങ്ങ് പകരണമേ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, ബലം ധരിച്ചോടുവാൻ കാത്തിരിക്കും നീതാ ഞാനും യഹോവേ. ഒതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ, കാത്തിരിക്കും നീതാ ഞാനും യഹോവേ. ഒതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, പോലെ പെയ്തിറങ്ങി വാ. ഓ സ്വർഗീയ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളന്മേൽ പതിയണമേ, അഗ്നിനാവുകളന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനഭാഗം നിങ്ങളൊന്ന് എടുക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനഭാഗം. എന്താണ് ഈ വചനഭാഗത്ത് കാണുന്നതെന്നറിയാമോ? കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം. കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്.
സമരിയ, ഗലീലി എന്നീ 2 പ്രദേശങ്ങളുടെ മധ്യത്തിലെത്തി കർത്താവ്. അപ്പോൾ 10 കുഷ്ഠരോഗികൾ ഇവന്മാരറിഞ്ഞു കർത്താവ് വരുന്നുണ്ട്. കർത്താവിനെ നീല വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇവൻ സൗഖ്യം തരും. ആരൊക്കെയോ പറഞ്ഞ് കേട്ട് കിട്ടിയ ഒരറിവാണ്. ആരൊക്കെയോ പറഞ്ഞ് കേട്ട് കിട്ടിയ ഒരറിവ്. ഇവന്മാര് നില വിളിച്ച് പ്രാർത്ഥിച്ചു. 13-ാമത്തെ വചനം അച്ഛൻ വായിക്കാം. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. വർഷങ്ങളായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നത് പോലെ. അവന്മാർക്ക് കുഷ്ഠമുണ്ട്, നമുക്ക് കുഷ്ഠമില്ല. അതേ ഉള്ളൂ വ്യത്യാസം. നിരന്തരം അവരുടെ അപേക്ഷ തന്നെയാണല്ലോ നമ്മുടെ. കർത്താവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ, കരുണ തോന്നണമേ കർത്താവേ, കരുണ തോന്നണമേ കർത്താവേ. കർത്താവിന് കരുണ തോന്നി. നേരത്തെ അച്ഛൻ പറഞ്ഞത് ഓർക്കണം, കരുണ എന്താണ് എന്നും. കർത്താവിന് കരുണ തോന്നി. 10 അവന്മാരെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, 14-ാമത്തെ വചനം, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവര് കുഷ്ഠം വന്നതോടുകൂടി സമൂഹത്തിൽ നിന്ന് പുറത്തായി, കുടുംബത്തിൽ നിന്ന് പുറത്തായി, വഴിയരികിലൊക്കെയാണ് ഇനിയുള്ള താമസം. അങ്ങനെ താമസിച്ചു വരവേ ഒരാൾക്ക് സൗഖ്യം കിട്ടിയാൽ, കുഷ്ഠം മാറിയാൽ, ഏതേലും കാരണത്താൽ കുഷ്ഠം മാറിയാൽ പുരോഹിതന്റെ സാക്ഷ്യം വേണം ഇവന് കുഷ്ഠം മാറി. അതാണ് സർട്ടിഫൈഡ്. ഒരു പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവന്റെ കുഷ്ഠം മാറി, പിന്നെ അവന് റീ എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് യേശു മിശിഹ പറയുന്നത്, നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കൂ. ഇവന്മാർക്ക് പോകും വഴിയാണ് സൗഖ്യം കിട്ടിയത്. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ സൗഖ്യം കിട്ടിയില്ല. സൗഖ്യം കിട്ടിയില്ല. കാനായിലെ കല്യാണ വിരുന്നുണ്ടല്ലോ, വെള്ളം കോരാൻ പോയി, കോരിയപ്പോൾ വീഞ്ഞായി മാറിയില്ല. അതവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴും വീഞ്ഞായി മാറിയില്ല. ഭരണിയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് കോരിയപ്പോഴാണ് വീഞ്ഞായി മാറിയത് എല്ലാവരും കണ്ടത്. ചതി പറഞ്ഞ ഹല്ലേലൂയ. ഏതാണ്ട് അതുപോലൊരു സംഭവം. പറഞ്ഞപ്പോൾ മാറിയില്ല, പോകും വഴി സൗഖ്യം കിട്ടി. കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. സൗഖ്യം കിട്ടിയ ഒരുത്തൻ പറഞ്ഞു, ഇനി എനിക്ക് പുരോഹിതരെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ സൗഖ്യം തന്നവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവനെ ആരാധിക്കണം, അവനെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ വരുന്നോ? 9 പറഞ്ഞു. ഞങ്ങൾക്കും കിട്ടി സൗഖ്യം, ഞങ്ങളും ഇനി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് പോവുകയാണ്. 9 പോയി. ആദ്യം പറഞ്ഞവൻ, അവൻ കർത്താവിൻ്റെ അടുക്കൽ തെറ്റാതെ വന്നു, വഴിയൊന്നും തെറ്റിപ്പോയില്ല അവന്. അവൻ വന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ചതി പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ആ രംഗത്തിൽ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് 10 എണ്ണത്തിനെയാണ്. പോയ വഴിക്ക് 10 എണ്ണവും സുഖപ്പെട്ടു. ഈ വിജാതീയനായ സമരിയക്കാരനല്ലാതെ ബാക്കി 9 എണ്ണത്തിനും എൻ്റെ അടുത്ത് വരണമെന്ന് തോന്നിയില്ലേ? വചനം നോക്കിക്കേ നിങ്ങൾ. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന്, എന്താ അടുത്ത് എഴുതിയേക്കുന്നത്?
എന്താ എഴുതിയേക്കുന്ന? വായിച്ചേ. ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? കർത്താവ് എന്താ ഇത് പറയാൻ കാരണം എന്നറിയാമോ? ഈ 9 എണ്ണവും എങ്ങോട്ടാ പോയെന്നും കർത്താവിനറിയാം. ഇവന്മാര് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോയായിരുന്നെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞേനെ, ഞങ്ങൾ വഴിയിലൊരു മനുഷ്യനെ കണ്ടു, യേശു എന്നാണ് അവൻ്റെ പേര്. പുരോഹിത ശ്രേഷ്ഠന്മാരെ, ഞങ്ങൾ അവൻ്റെ അടുത്ത് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ, വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി, ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞേനെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേനെ എന്ന് ചിന്തിക്കുന്നതെന്നറിയാമോ? ഇവന്മാർ സ്വജാതികളാണ്. സ്വജാതി എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ ആ 9 എണ്ണത്തിനും ആ വീണ്ടു വിചാരം ഉണ്ടായില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ വിജാതീയനല്ലാതെ മറ്റ്9 എണ്ണത്തിനും അവൻ പുരോഹിതന്റെ അടുത്ത് പോയി മഹത്വപ്പെടുത്തിയാലും മതിയായിരുന്നു, ചെയ്തില്ല. അവൻ എൻ്റെ അടുത്ത് മടങ്ങി വന്നാൽ മതിയായിരുന്നു, ചെയ്തില്ല. അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ വഴിക്ക് പോയി. ഇതുകൊണ്ടാണ് നേരത്തെ അച്ഛൻ പറഞ്ഞത്, എല്ലാ ക്രിസ്ത്യാനികളും ഇവന്മാര് സ്വജാതികളായതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. വിശ്വസിക്കുന്നവരെല്ലാം ആരാധിക്കണമെന്ന് നിർബന്ധമില്ല. മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന് നിർബന്ധമില്ല. ചിലരൊക്കെ ഇപ്പോഴും അവരവരുടെ വഴികളിൽ ഓടുന്നവരാണ്. ചിലരെ കണ്ടിട്ടില്ലേ? ദുഃഖവെള്ളിയാഴ്ച പള്ളി വരും, ക്രിസ്മസിന് പള്ളി വരും, പെരുന്നാളുകൾക്ക് പള്ളി വരും. വന്നാലും പള്ളിക്കകത്ത് കയറത്തില്ല. അവന് പള്ളിയിൽ വിളമ്പുന്ന ഭക്ഷണം മതി. നേർച്ചയുണ്ടോ, നേർച്ചയൂട്ടുണ്ടോ, അവനവിടെ ഉണ്ട്. അവൻ ആ നേർച്ച ഭക്ഷിച്ചത് കൊണ്ട് പോലും കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടില്ല. നല്ല പായസമായിരുന്നെന്ന് പോലും അവൻ പറയില്ല. അവൻ ഈ പായസം കുടിച്ചിട്ട് മധുരം പോരായിരുന്നു. പള്ളിയിൽ നിന്ന് വിളമ്പി ഇറച്ചിക്കറിക്കകത്ത് കിഴങ്ങായിരുന്നു. വികാരിയച്ഛനും കിഴങ്ങനാണ്, കമ്മറ്റിക്കാരും കിഴങ്ങന്മാരാണ്, നമ്മുടെ ഇടവകക്കാരും കിഴങ്ങന്മാരാണ്. ഇതാണ് ഇവന്റെ വായിൽ നിന്ന് വരുന്ന ഡയലോഗ്. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവൻ പായസം കുടിച്ചത് കൊണ്ട് മഹത്വപ്പെടുത്തിയോ? ഇവൻ ഈ ഭക്ഷിച്ചത് കൊണ്ട് മഹത്വപ്പെടുത്തിയോ? എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു വീണ്ടു വിചാരം ഇനിയെങ്കിലും നമുക്കുണ്ടാകണം. അതാണ് ഈ തിരികെ വന്ന കുഷ്ഠരോഗിയോട് കർത്താവ് മുഖത്ത് നോക്കി ചോദിക്കുന്നത്. എടാ, ഞാൻ 10 എണ്ണത്തിനെയല്ലേ വിട്ടത്? ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. അവസാനത്തെ വചനം നോക്കിക്കേ. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ജസ്റ്റിസ്? അച്ഛൻ ആദ്യം പറഞ്ഞതാണ്. എന്താണ് നീതി? നിനക്കർഹിക്കുന്നത് കിട്ടുന്നതാണ് നീതി, അല്ലേ? ആണോ? ആണ്. ഞാൻ ഇപ്പോഴും അർഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും കർത്താവിന്റെ കാരുണ്യം ഒഴുകണേ, കാരുണ്യം ഒഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കാരുണ്യം മാത്രം മതി. എന്തുകൊണ്ടാണ് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് യഥാർത്ഥ വിശ്വാസമില്ല, ആ വിശ്വാസം അനുസരിച്ചുള്ള ജീവിതം എനിക്കില്ല, ചെയ്തു കൂട്ടുന്നത് മുഴുവൻ തിന്മയാണ്, അതുകൊണ്ട് എനിക്ക് കാരുണ്യം മതി. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട്, ദൈവമേ എനിക്ക് നിന്റെ കാരുണ്യം വേണ്ട എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ഇനി ഉണ്ടാവണം. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്താ അച്ഛൻ പറഞ്ഞത്? ദൈവമേ
എനിക്കിനി നിന്റെ കാരുണ്യം വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ അർഹിക്കുന്നതാണ്. ഞാൻ അർഹിക്കുന്നത് എനിക്ക് തന്നാ മതി കർത്താവേ. ചതി പറഞ്ഞ ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. എന്തെങ്കിലും കർത്താവിൽ നിങ്ങൾ അർഹിക്കുന്നുണ്ടോ? നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ ആരുമാണ്? അവകാശികളുമാണ്. വചനമാണ് അച്ഛൻ പറയുന്നത്. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. എന്താണ് മക്കളുടെ അവകാശം? ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നു, പറയാണ്, കർത്താവേ, എൻ്റെ മകള് സുഖം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കില്ല? നായ്ക്കൾക്ക് ഞാൻ കൊടുക്കില്ല. കർത്താവിനുള്ളിൽ ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? മക്കളെ പറ്റി. എൻ്റെ മക്കളുടെ അപ്പം അവര് തന്നെ ഭക്ഷിക്കാനുള്ളതാണ്, വേറെ ആർക്കും ഇത് കൊടുക്കില്ല. ആ വാക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല. നല്ല രീതിയിൽ അസഭ്യം പറയാണ് നമ്മുടെ കർത്താവ്. ഇവളെന്താ തിരിച്ചു പറഞ്ഞത്? എന്താ? കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന ഈ അപ്പക്കഷ്ണത്തിന്റെ ബാലൻസ് കൊണ്ടാണല്ലോ. കർത്താവ് പറഞ്ഞ എന്താ? എൻ്റെ മോളെ, ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ എത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾക്കുള്ള അപ്പം, നല്ല അപ്പം കർത്താവ് ഇപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട്. മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. മക്കളെന്ന പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് തരാനുള്ള അവകാശം അവൻ വേറെ ആർക്കും കൊടുക്കില്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നീതിമാനാണ്, ദൈവം നീതിമാനാണ്. അർഹിക്കുന്നത് സകല മനുഷ്യർക്കും അവൻ കൊടുക്കും. ഞാൻ അർഹിക്കുന്നത് എനിക്ക് കിട്ടും. ഇനി കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്നിലേക്ക് നിന്റെ കാരുണ്യം ഒഴുകണ്ട. ഞാൻ ജനിച്ച നാട് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നിന്നെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല. നിന്നെ മഹത്വപ്പെടുത്തിയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇന്ന് വരെ നിന്റെ മകനായി മകളായി എല്ലാ പ്രതിസന്ധിയിലും ഞാൻ വ്യാപരിച്ചിട്ടുണ്ട്. എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് തരണമേ. പ്രാർത്ഥിച്ചു നോക്ക്, കർത്താവ് ഇടപെടും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് വചനം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് വായിക്കാം. 143 സങ്കീർത്തനം 11 വചനം. 143 സങ്കീർത്തനം 11 വചനം. പെട്ടെന്ന് എടുക്കാമോ? 143 സങ്കീർത്തനം 11 വചനം. നിങ്ങൾ എടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകും. ഈ രാത്രി ആയതുകൊണ്ട് ഈ വെള്ളെഴുത്തൊക്കെ ഉണ്ടായതുകൊണ്ടും നിങ്ങൾക്ക് വചനമൊന്നും കണ്ണി പിടിക്കത്തില്ല. ഇതിലെ കറുത്ത അക്ഷരവും ചെറിയ അക്ഷരവും ഒക്കെ അല്ലയോ, അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്നും കണ്ണി പിടിക്കത്തില്ലെന്ന് വെച്ചാൽ അറിയാം. 143 സങ്കീർത്തനം 11 വചനം വായിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. കണ്ടോ വചനം? കണ്ടോ? എന്താ വായിച്ചേ? കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. എൻ്റെ ജീവൻ പരിപാലിക്കണമേ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. നാളിന്ന് വരെ ഞാൻ അങ്ങനെയേ ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവനെ അങ്ങ് പരിപാലിക്കണമേ. ജീവിതം തന്നെ
ഇല്ലാതായി പോകുന്ന ചില അവസ്ഥകളിലൊക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇത് പള്ളി കയറാത്തവനും ചില സമയങ്ങളിൽ മാത്രം വന്നു കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തിപ്പോകുന്നവർക്കും വേണ്ടി പറയുന്ന വചനമല്ല. ഇത് മക്കൾക്ക് വേണ്ടി പറയുന്ന വചനമാണ്. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പറയുന്ന വചനമാണ്. ഇന്ന് വരെ മക്കളെ പോലെ ജീവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവകാശം ചോദിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവനെ പരിപാലിക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം നോക്കിക്കേ. അങ്ങയുടെ നീതിയാൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കേതാ? അങ്ങയുടെ നീതിയാൽ. എന്താണ് നീതി? അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് നീതി. വീണ്ടും 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 അച്ഛനത് പറയാണ്. എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇനി കണ്ണുനീരുകൾ വീഴേണ്ടത് ഓഹരി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓഹരി, കുടുംബ ഓഹരി. മക്കൾക്കുള്ളതാണല്ലോ കുടുംബ ഓഹരി. ഇത് കുടുംബ ഓഹരിയുടെ വിഷയമാണ്. വീട്ടിൽ അച്ഛനെ ശ്രവിക്കുന്നവരുടെ പ്രിയമുള്ള മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ രോഗബാധിതരായിരിക്കുന്ന മക്കളെ പ്രതി, ജീവിത പങ്കാളിയെ പ്രതി, നിങ്ങളുടെ ഉറ്റവരെ പ്രതിയൊക്കെ നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഇന്ന് പറയണം, കർത്താവേ, നാളിന്ന് വരെ ഞാൻ ജീവിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഓഹരി എനിക്ക് തരണമേ. ഇതൊരു ഇൻഷുറൻസ് പേപ്പറാ. ഇൻഷുറൻസ് പേപ്പർ. എന്താണ് ഇൻഷുറൻസ് പേപ്പർ? ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുള്ളവർക്കെല്ലാം ഒരു സാധനം അടിച്ച് കൈ കിട്ടും. നമുക്കൊക്കെ പല ഇൻഷുറൻസും ഉണ്ട്. വണ്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നവർക്കുണ്ട്, അനേകരുണ്ട് വണ്ടികൾക്ക്. അത് ബമ്പർ ടു ബമ്പർ, ഇല്ലെങ്കിൽ ഫുൾ ബോഡി, ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഫുട്ബോൾ താരത്തെ പറ്റി കേട്ടത്, പെരുവിരൽ പോലും ഇൻഷുറൻസ് ചെയ്ത് വെച്ചേക്കാണ്. പെരുവിരൽ. കാരണം ഫുട്ബോൾ അടിക്കുന്ന കൂട്ടത്തിൽ ആ സാധനം പോയാൽ പിന്നെ വല്ലതൊക്കെ കിട്ടണ്ടേ. പ്രിയമുള്ള ദൈവമക്കളെ, എന്തെങ്കിലും തട്ടോ മുട്ടോ കേടുപാടോ ഈ ലോകത്തിൽ വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസുകൾ, വാഹന ഇൻഷുറൻസുകൾ. കയ്യിൽ നിന്ന് പണം പോകരുത്. കർത്താവിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ്, സ്വർഗത്തിൻ്റെ ഇൻഷുറൻസ് നിങ്ങളുടെ ജീവിതമാണ്, വിശ്വാസ ജീവിതം. ഇത് ഇനി എടുത്ത് പ്രയോഗിക്കണം. കർത്താവേ, ഐ ഹാവ് ആൻ ഇൻഷുറൻസ്. ചങ്കൂറ്റത്തോടെ കർത്താവിനോട് പറയാൻ പറ്റുമോ? ദിസ് ഈസ് ദി ഇൻഷുറൻസ് പേപ്പർ, ഗീവ് മീ മൈ ക്ലെയിം. കർത്താവേ, കർത്താവ് തരും. ഇത് ചോദിക്കാൻ നമ്മുടെ കയ്യിൽ പേപ്പറും ഇല്ല, ഈ പേപ്പറിന് പറ്റിയ ജീവിതവും ഇല്ല. സ്റ്റിൽ കർത്താവേ മേഴ്സി, കർത്താവേ കാരുണ്യം മതി, എനിക്ക് ജീവിക്കാൻ വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വിശ്വാസം ജീവിക്കാൻ വയ്യ, വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ വയ്യ. ഈ പരിപാടി കർത്താവ് നിർത്തി എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇത് ഇനി സ്വജാതികൾക്കില്ല കർത്താവിൻ്റെ കാരുണ്യം. ഇത് വിജാതിയർക്ക് വേണ്ടി കർത്താവ് പല സ്ഥലങ്ങളിലും കാരുണ്യം ഒഴുക്കുന്നു. സ്വജാതികൾക്ക്, അച്ഛൻ ആ വാക്കുകൾ തന്നെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാന്നേ. അച്ഛനിവിടെ ജാതി പറയൊന്നുമല്ല. ക്രിസ്ത്യാനികൾക്ക് ഇനി അവകാശത്തിന്റെ കാലഘട്ടമാണ്. ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് കാരുണ്യത്തിന്റെ കാലഘട്ടവും. നീ മകനാണ്, മകളാണെങ്കിൽ where is your claim paper? Take that. Pray with tears. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അർഹിക്കുന്നത് തന്നാ മതി കർത്താവേ. അങ്ങയുടെ നീതിയാൽ ഞാൻ കടന്നു പോകുന്ന ഈ ദുരിതത്തിൽ നിന്ന് അങ്ങനെ മോചിപ്പിക്കണമേ.
സങ്കീർത്തനം 142 എടുത്ത് 142 സങ്കീർത്തനം 5ഉം 6ഉം വചനങ്ങൾ വായിച്ച നിങ്ങള്. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. ആ, അങ്ങാണ് എന്റെ അഭയം. അങ്ങാണ് എന്റെ അഭയം. ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എന്റെ അവകാശം. എന്റെ അവകാശം. കണ്ടോ വചനം വരുന്നുണ്ടോ? വീണ്ടും വായിച്ചേ. ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എന്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. അങ്ങാണ് എന്റെ അവകാശം. എന്റെ നിലവിളി അങ്ങ് ശ്രവിക്കണമേ. എന്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വേറെ ഒരു അവകാശവും ഇല്ല. കർത്താവാണ് എന്റെ അവകാശം. അവന്റെ കയ്യിലുള്ളത് മതി. വീണ്ടും വായിച്ചേ. എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. ജീവിതം പരിപാലിക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഈ രോഗത്തെ അതിജീവിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. കർത്താവേ, എന്റെ അവകാശം തരണേ. വീണ്ടും അടുത്ത വചനം വായിച്ചേ. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണമേ. മാനസിക വ്യതകളാൽ ഞാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. കർത്താവേ, എനിക്ക് മനസ്സിന് ബലം നൽകണമേ. ഇതാണ് സ്വർഗരാജ്യം. അച്ഛൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സ്വർഗരാജ്യത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതാണ് റോമ 14:17. സ്വർഗരാജ്യം എന്നാൽ നീതി കൊടുക്കുന്നതാണ്. സ്വർഗരാജ്യം എന്നാൽ സമാധാനമാണ്. ഇത് നേരെ ചൊവ്വേ ജീവിക്കുന്നതിന് മാത്രമേ കിട്ടുകയുള്ളൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ വരി എന്താ? ചൊല്ലി നോക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആരുടേതാ? എന്റെയാണോ? അങ്ങയുടേതാകുന്നു. ഇത് ദൈവമേ, അങ്ങയുടേതാണ് രാജ്യം, അങ്ങയുടേതാണ് മഹത്വം, അങ്ങയുടേതാണ് ശക്തി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കുള്ളതാണ്. നിങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കണം. നമ്മുടെ ചിന്ത വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 5:30 മണിക്കില്ലേ 5 മണിക്ക് എഴുന്നേറ്റ് കുറേ പ്രാർത്ഥനകൾ ചൊല്ലി തീർത്ത് രാത്രി വൈകി വീണ്ടും കുറേ പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കുന്നതാണ് ഭക്തി ജീവിതം എന്നാണ്. ഭക്തി അതല്ല. സുഭാഷിതങ്ങൾ 8:13 എന്താണെന്നറിയാമോ? ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഇതാണ് വചനം. ഇതിന്ന് വരെ നമ്മുടെ കണ്ണിന് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഏതൊക്കെ വെറുക്കേണ്ടുന്ന തിന്മകളാണ് ജീവിതത്തിൽ ഉള്ളതെന്ന് താപ്പോട്ട് എണ്ണി പറയുന്നുണ്ട്. അഹംഭാവം. വാക്കുണ്ടോ? ഉണ്ടോ? വാക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ അഹംഭാവം? ഉണ്ടോ? എന്തുവാ അച്ഛാ ഇത് സംഭവം? അച്ഛൻ പറഞ്ഞു തരാം. ഞാനാണ്, ഞാൻ മാത്രമാണ്, ഞാനേ ഉള്ളൂ, എനിക്കേ ഉള്ളൂ എന്ന വല്ല പെണ്ണാക്കും ഉണ്ടോ? അതുമില്ല. ഇതിനെയാണ് അഹംഭാവം എന്ന് വിളിക്കുന്നത്. ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ലെവലേശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർന്ന് മക്കളെ, തീർന്ന്. ഈ അഹങ്കാരം നമ്മളിൽ ഉദിക്കുമ്പോഴേ ദൈവം നമ്മളെ വെറുത്തു തുടങ്ങും. അഹങ്കാരം ഇന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ പോലും അഹങ്കാരമാണ്. എന്താ അഹങ്കാരം എന്നറിയാം? ഞാനേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, എൻ്റെ പ്രാർത്ഥന മാത്രമേ കർത്താവ് കേൾക്കുന്നുള്ളൂ. നീ ഇഞ്ഞു വാ, ഞാൻ പ്രാർത്ഥിക്കാം. ഇതും അഹംഭാവമാ. അഹങ്കാരം ഭാവത്തിൽ കടന്നു വരുന്നത്, എൻ്റെ വാക്കുകളിൽ കടന്നു വരുന്നത്, എൻ്റെ ജീവിതചര്യകളിൽ കടന്നു വരുന്നത് ദൈവചിന്തയില്ലാത്തത് കൊണ്ടാണ്. എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ അടുത്ത സമയത്തൊക്കെ TV യിൽ വരുന്നൊരു ഷോ ഉണ്ടല്ലോ, ബിഗ് ബോസ്.
ബിഗ് ബോസ്. ഇന്ന് അതും കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നവരുണ്ട്. അതിൻ്റെ എപ്പിസോഡ് തീർന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കാണുന്നവരൊന്ന് കര ഉയർത്താമോ? സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലൊന്ന് പോക്ക് കാണട്ടെ അച്ഛനൊന്ന്. ഈ കാണാത്തവർ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് തരണം. പോകുന്ന വഴിക്ക് അച്ഛനെ കൊണ്ടുപോകാൻ, അച്ഛൻ്റെ പള്ളിയിലെ വിശുദ്ധൻ്റെ രൂപത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ വെക്കാൻ വേണ്ടിയാണ് നാളെ മുതൽ ഒരു നൊവേന തുടങ്ങാൻ. കാരണം ഇതൊന്നും കാണാത്ത ലോകത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പുള്ളി ഒരു ഷോള് കയറിയവന്മാർക്കെല്ലാം കൊടുത്തു. ഒരു ഷോള്, എനിക്കൊന്നൊരു നീല കളറാന്ന് തോന്നുന്നു, അല്ലല്ലേ? കൃത്യം പറയും. നീല. അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇവിടെ ഉള്ളതെല്ലാം ബിഗ് ബോസ് തന്നതാണ്. ഇവന്മാര് അടിയും വഴക്കും ഉണ്ടാകുമ്പോൾ സാധനങ്ങൾ വാരി എറിയുന്നു, നശിപ്പിക്കുന്നു, ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ഷോള് പുതയ്ക്കാൻ കൊടുത്തതാണ്. ഇവിടെ ഉള്ളതെല്ലാം ബിഗ് ബോസ് തന്നതാണ്. ലവന്മാരുടെ അഹങ്കാരം കണ്ട് കൊടുത്തതാണ്. കുറേ നാൾ അതിട്ടുകൊണ്ട് നടന്നു. ഏതാണ്ട് കുറഞ്ഞു എന്നൊക്കെ തോന്നിയപ്പോൾ അതെടുത്ത് മാറ്റി. കർത്താവ് ഷോള് പുതപ്പിക്കേണ്ടുന്ന അവസ്ഥയാണ് ഇനി ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഉള്ളതെല്ലാം ദൈവം തന്നതാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള അഹങ്കാരത്തിൻ്റെ വഴികളിലൂടെ ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നിങ്ങളെ വെറുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവം സംപ്രീതനാവില്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എളിമയുടെ ജീവിതമാണ്. കേട്ടിട്ടില്ലേ? താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണയേകൂ. ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതിനു മുൻപ് എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. 6, 7, 8. ദൈവത്തിൽ നിന്നും കൃപകൾ സ്വന്തമാക്കണമെങ്കിൽ എളിമയുടെ ജീവിതം അഭ്യസിക്കണം. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഇത് ഒട്ടി നിൽക്കലിൻ്റെ ജീവിതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങളെ നമ്മൾ തുടർന്നുള്ള ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ അവസ്ഥകളെയും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും, അഹങ്കാരം, മോശ വർത്തമാനങ്ങൾ പറയുന്ന സ്വഭാവം, തിന്മയുടെ വഴികളിലേക്കുള്ള യാത്രകൾ, ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവമേ എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തീരുമാനമെടുത്ത് പറഞ്ഞ്, കർത്താവെ ഞാൻ ആരാധിക്കുന്നു, കൂടുതൽ നിന്നെ ആരാധിക്കേണ്ടതിന് എന്നെ വിടുവിക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ പേപ്പർ, ഇൻഷുറൻസ് പേപ്പർ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നീട്ടിപ്പിടിച്ചാൽ കർത്താവ് നിങ്ങൾക്കുള്ള ഓഹരി തരുകയാണെന്ന് ചതി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേക്കാം. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, നിരന്തരം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ കരങ്ങളടിച്ചേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഗാനം പാടി മഹത്വപ്പെടുത്താം.